അപ്പോൾ നമ്മൾ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ 2 ചാലഞ്ച് വീഡിയോ ഷോർട്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ ലോങ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. വേറെ ചലഞ്ചാണ്. ചലഞ്ചിന്റെ പേര് ഞങ്ങൾ ഇട്ടിട്ടില്ല, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോട്ട് എഴുതിയിട്ട് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട്. അത് എന്താ ടാസ്കും അപ്പോൾ തന്നെ പല പല കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട്. അത് നമ്മൾ ലോട്ട് ഇട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് അതിൽ നിന്ന് അവർ എടുത്തിട്ട് അത് ചെയ്യാത്തവർക്ക് പണിഷ്മെൻറ്റും. അങ്ങനെയാണ് ഈ ഒരു ചലഞ്ച്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ തന്നെ ഗൗരിയാണ് എടുക്കാൻ വന്നത്. ഞാനിത് കുലുക്കിയിട്ട് ഇങ്ങനെ തുറന്ന് ഇവിടെ ഇടും. അത് ഗൗരി എടുക്കണം. കുലിക്കട്ടെ, കണ്ണടച്ചിട്ടെടുക്കണം. തന്നെ കണ്ണാക്കി എടുക്കാം. എന്നിട്ടാ അത് ഇതാണ്. ഒരു 20 സെക്കൻഡ് ഉണ്ടാവും. അതിൽ സി വെച്ചുള്ള ലെറ്റർ വെച്ചിട്ട് സി വെച്ചിട്ടുള്ള വേർഡ്സ് ഗൗരി പറയണം. 20 സെക്കൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പറഞ്ഞാ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ ടൈമർ എണ്ണാൻ പോവാണ്. 1 2 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 കഴിഞ്ഞിട്ട് മുന്നിൽ കാറ് വരണം. അല്ല, കാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. കാറ് പറഞ്ഞു. അപ്പൊ നോക്കാം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ എന്തൊക്കെ പറഞ്ഞല്ലേ? ചോക്ലേറ്റ് പറഞ്ഞു, കാറ് പറഞ്ഞു, കേക്കാ. അല്ല, ചോക്ലേറ്റ് പറഞ്ഞു, കാറ്റ് പറഞ്ഞു, കാറ് പറഞ്ഞു. മൂന്നെണ്ണം അതൊന്നുമില്ല. പറയാൻ പറ്റില്ല. അപ്പൊ ഈ 3 ഗൗരി പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പണിഷ്മെന്റ് ഉണ്ട്. 5 പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. 20 സെക്കൻഡിനുള്ളിൽ ഗൗരി ആകെ 3 പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് പണിഷ്മെന്റ് എടുക്കാം. കണ്ണിലാക്കുണ്ട്. അത് ശ്രീയാണ്. അപ്പൊ ഇനി ശ്രീയെ ഞാൻ കുലുക്കിയിട്ട് ഞാനിടുമ്പോ ശ്രീ എടുക്കണം കണ്ണടച്ചിട്ട്. നമ്മളെ ഗൗരിക്ക് നല്ല അടിപൊളി പണിഷ്മെന്റ് ഒക്കെ കിട്ടിയിരിക്കുന്നു. കണ്ണടച്ചോ ചുറ്റാറിന്. ഏതാണാവോ? എന്നിട്ടാ അതേ കിട്ടി. വീണ്ടും ഡ്രോയിങ് അല്ല, ഡ്രോയിങ്. അപ്പം ഡ്രോയിങ് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ശ്രീക്ക്. ഇനി ടൈമർ ഇല്ലല്ലോ? ടൈമർ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അല്ല, ടൈമർ എന്താ പറയാ, ഞാൻ ഒരു പിക്ചർ നെറ്റിൽ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പിക്ചറിൽ നിന്ന് 3 മിസ്സാവാൻ പാടില്ല. അതായത് ഞാൻ ആ ഫോണിൽ അത് ഒരു വട്ടം ശ്രീക്ക് കാണിച്ചു കൊടുക്കും. അത് ശ്രീ ഓർമ്മയിൽ വെച്ചിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഒരു വട്ടം കാണിച്ചു കൊടുക്കുള്ളൂ. പിന്നെ അവിടെ അത് കാണില്ല, പിക്ചർ അത് കാണില്ല. ഓർത്തിട്ട് വേണം അത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ സാധാരണ നമ്മളിത് മിസ്സായി പോവുമല്ലോ. അപ്പം അങ്ങനെ മിസ്സാകുമ്പോൾ 3 മാത്രമേ ചാൻസ് ഉള്ളൂ. 3 മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടും. അഥവാ 2 മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഒരു സിമ്പിൾ പിക്ചർ ഞാൻ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് വരയ്ക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ശ്രീയെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റും അപ്പോൾ തന്നെ ബ്രഷും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ശ്രീയ വരയ്ക്കുകയാണ്, പെയിൻറ്റ് ചെയ്യാണ്. ഇപ്പോൾ ആ ഒരു പുല്ലിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ അവൾ ചെയ്യുന്നത്. പിന്നെ മേൽക്കൂരമ്മൾക്കൊന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം. ടൈമർ വെച്ചിട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ശ്രീയെ വരച്ചിരിക്കുന്ന പിക്ചർ ഇതാണ്. മുകളിൽ കണ്ട പിക്ചർ അതേ പിക്ചർ. അപ്പോൾ ഗൈസ്, ഇതിൽ മിസ്സായത് കുഴപ്പമില്ല. അവൾ 2 ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് പണിഷ്മെൻറ്റ് കിട്ടിയില്ല. പക്ഷേ ഇവൾ കളർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം, ഇതിൽ 2 ആയിട്ട് മിസ്സായിട്ടുണ്ട്. പിന്നെ ഇവിടെ പെയിൻറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. ഡോറ് പെയിൻറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും ടൈമർ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ മിസ്സായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നേരത്തെ മുകളിൽ കാണിച്ചിട്ടുള്ള പിക്ചറിൽ ഇവിടെ മറ്റേ പോണ സംഭവമില്ലേ, അതാണ് ശ്രീയ വരയ്ക്കാണ്ട് വിട്ടിട്ടുള്ളത്. പിന്നെ പുല്ലുകൾ, ഇവിടെ 2 പുല്ലുകൾ 3 പുല്ലുണ്ടായിരുന്നു. ഇവിടെയും കൂടി ഉണ്ടായിരുന്നു ഒരു പുല്ല്. അതും ശ്രീയ വരച്ചിട്ടില്ല. അപ്പം ശ്രീയക്ക് ഇനി അടുത്തത് ഞാനാണ്
ഗൈസ് അടുത്തത് നമ്മളെ ശ്രീയെ എനിക്ക് വേണ്ടി കുളിക്കാണ്. ഈ ഒരു റൗണ്ട് കഴിഞ്ഞാൽ ശ്രീക്ക് ഇത് മറിക്കാൻ പറ്റും. എൻ്റെ കൂടി കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ട് കഴിയും. പിന്നെ അടുത്തത് ആദ്യം തൊട്ട് നമ്മളെ ഗൗരി തുടങ്ങും. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഓക്കെ എന്നെ കണ്ടുവച്ചിട്ട് ഞങ്ങൾ ഷേക്ക് ചെയ്തോ ഗൈസ്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഏതാണെന്ന് അറിയില്ല. ഞാനിത് തുറന്ന് നോക്കണം. അരിപ്പൊടി തേക്കണം നീ. അയ്യോ എനിക്ക് ഫ്ലോറാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഒരു പണി എടുക്കാണ്ട് വെറുതെ പണിഷ്മെന്റ് കിട്ടി. അതാണ് ചേട്ടാ കണ്ടോ മറ്റേ പ്രേതത്തിന്റെ പോലെ ഇവിടെ രണ്ട് കണ്ണുവെച്ചിന്റെ പ്രേതവും. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ടാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാലഞ്ച് ഇവിടെ അവസാനിക്കും. അപ്പൊ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഞാനും ശ്രീയും ഈ ഒരു ഒന്നാമത്തെ റൗണ്ടിൽ ഞങ്ങൾക്ക് 3 ആൾക്കും പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എനിക്ക് അത് ടാസ്ക് കണക്ട് ചെയ്ത് അല്ലാണ്ട് കാര്യം ഇത് വെക്കില്ല. പണിഷ്മെന്റ് വെച്ചിട്ട് ഇനി എടുക്കണം. ഓക്കെ എടുത്തോ. എന്നിട്ടാവോ 3 ഡാൻസ് ആണ് ഗൈസ് ഗവിക്ക് കിട്ടിയത്. ഇന്ന് ഡാൻസിങ് ആണ്. നമ്മളെ ഗവിയുടെ ഡാൻസ് നിങ്ങൾ കണ്ടില്ല. നമുക്കിനി അടുത്തേക്ക് പോവാം. അത് ഇനി അത് 2 ഉള്ളു. 2 നല്ല സൂപ്പർ ഐറ്റങ്ങളാണ്. അപ്പൊ നമുക്ക് ഇനി എടുക്കാം. അതിന് ശ്രീ അല്ലേ? ശ്രീക്ക് കിട്ടി കഴിഞ്ഞാൽ അടുത്തത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ ഈറ്റിംഗ് സാൾട്ട് ആണ് ഗൈസ്. 1 സ്പൂൺ സാൾട്ട് ആണ് കഴിക്കേണ്ടത്. കണ്ടില്ല ഈറ്റിംഗ് സാൾട്ട്. അതായത് നോ എക്സ്പ്രഷൻ ഇല്ലാണ്ട് സാൾട്ട് തിന്നണം. അതൊരിക്കലും നടക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. 1 സ്പൂൺ സാൾട്ട് ആണ് ഇതിലുള്ളത്. അത് നോ എക്സ്പ്രഷൻ ഇല്ലാണ്ട് തിന്നണം. നോ എക്സ്പ്രഷൻ പാടില്ല. ആക്കാൻ പാടില്ല. ചെയ്തോ. ഒരു 1 2 3 സ്റ്റാർട്ട്. എക്സ്പ്രഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ സ്ത്രീ ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ട് സാൾട്ട് ആണ് കഴിച്ച് തിന്നത്. 1 സ്പൂൺ സാൾട്ട്. കുഴപ്പമില്ല ഗൈസ്. ഇതൊന്നുമല്ല. ഇനി ഇത് സപ്ലൈ ഒന്നും വേണ്ട. മേക്കപ്പ് അടുത്തത് എന്താണ്? ഹൊറർ മേക്കപ്പ്. ഗോസ്റ്റ് മേക്കപ്പ് ആണ് ചെയ്യേണ്ടത്. അത് എനിക്കാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. മേക്കപ്പ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫസ്റ്റ് കണ്ണ് എടുത്തിട്ട് അയ്യോ മുകളിലാക്കണ്ട. അടിയിൽ ഇങ്ങനെ പിന്നെ എന്താ പോലെ എനിക്ക് ഓരോ തല കോമഡിയാണ് കാണുന്നത്. ഞാൻ എന്നിട്ട് പ്രേതം പോലെ ഇവരെ പേടിപ്പിക്കണം. അതാണ് ടാസ്ക്. ഞാൻ പേടിപ്പിക്കണം. അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും. ഞങ്ങൾ പേടിച്ചില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും. അങ്ങനെയല്ല, പേടിപ്പിച്ചാൽ മതി. ഇതിൽ പണിഷ്മെന്റ് ഒന്നുമില്ല. അതൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിയണം. പിന്നെ അവർ പേടിപ്പിച്ചില്ലെങ്കിൽ ഹോളായിട്ട് കാണണം. ഹോളായിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ പണിഷ്മെന്റ് കിട്ടില്ലേ. അത് പൊട്ടി. അപ്പൊ ഇനി നമുക്ക് ഇനി കുറച്ച് ടാൽക്കപ്പ് ഇടാം. കൊലേ മുഖത്ത് തേച്ച് വാ. സൂപ്പർ ആയിട്ട് കാണാൻ. ഞങ്ങൾക്ക് ഇതിൽ കണ്ടിട്ടുള്ള ഹോറർ മേക്കപ്പിനാണ്. അപ്പൊ ആ ഹോറർ ആയില്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പണ്ടത്തെ ലിപ്സ്റ്റിക് എടുത്തിട്ട് എനിക്ക് അങ്ങനെ തേച്ചെടുക്കാം. ഹോറർ മേക്കപ്പ് ആയില്ലെങ്കിൽ പിന്നെ പണിഷ്മെന്റ് കിട്ടും. ഓക്കെ, നന്നായിട്ട് തേച്ച് വാറ്. നമ്മൾ ചോറ് വരുന്ന പോലെ ഞാൻ കാണിക്കും. എനിക്ക് ഒട്ടും ഊരിക്കാം. പൗഡർ വാറിയോ ഇതാകത്തില്ലല്ലോ. അപ്പം അവന് ഷാൾ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷാൾ എടുത്തിട്ട് വന്നിട്ട് കുഴപ്പമില്ല, ഞാൻ ജയിച്ചിട്ടുണ്ട്. ഞാൻ പേടിച്ചില്ലേ നിങ്ങൾ പേടിച്ചിട്ടിട്ടാ. എത്രയുള്ള
അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കമൻറ്റിൽ അയക്കണേ, ഇത് നല്ലതല്ലെങ്കിൽ കുട്ടിയാണ്. അപ്പോൾ നമ്മളെ ചാലഞ്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അവർക്കും ബൈ ബൈ.